ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കത്തിലാണോ, ഒന്നും മിണ്ടാതെ നിൽക്കുക, ആ തോറ്റു കൊടുക്കുക, അതൊരു വിജയമാണ്. ചിലപ്പം ഭാര്യ ഇങ്ങനെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പെങ്ങളുമാണ്, പെങ്ങളമാതിരി ഇങ്ങനെ വരും. എനിക്കത് ചെയ്തൂടെ ആങ്ങളമാരോട് പറയണ മാതിരിയുണ്ട് ഭർത്താക്കന്മാരോട് പറച്ചിൽ. ചിലപ്പോൾ മക്കളമാതിരി വാശിടിക്കും, നിങ്ങളെൻ്റെ പണ്ടെടുത്ത് തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് വരില്ല അല്ലേ. പലരും പറഞ്ഞിക്കണമെന്നാണ് തോന്നണത്, പലരും ചിരിക്കുന്നുണ്ട്. കുട്ടികളെപ്പോലെ എന്താക്കും, വാശി പിടിക്കും. എന്താണെന്ന് അറിഞ്ഞൂടാ. ആ കല്യാണത്തിന് പോകാൻ നേരത്തെ ആ പണ്ടൊക്കെ അങ്ങോട്ട് ഓർമ്മക്കൽ താഴേക്കോട് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ചിലപ്പോൾ മക്കളെപ്പോലെ ദേഷ്യം പിടിക്കും, ചിലപ്പോൾ ഉമ്മയെപ്പോലെ ഉപദേശിക്കും, ചില സമയത്ത് വാപ്പയെപ്പോലെ ശകാരിക്കും. എല്ലാം കൂടിയ ഒരാളുടെ പേരാണ് ഭാര്യ എന്ന് നമ്മൾ ആലോചിക്കണം. എല്ലാം കൂടിയ ഒരാളാണ്. പക്ഷെ അത് എപ്പോഴും മുതലെടുക്കരുത്. അതും കൂടി ഞാൻ പറയണം. എല്ലാം കൂടി ആക്കിയിട്ട് എന്താക്കരുത്, മുതലെടുക്കരുത്. അങ്ങനെയാണ്. അതുകൊണ്ട് എപ്പോഴും ആ സൗഹാർദ്ദത്തിൽ കഴിയണം. ഞാൻ പറയാം, നിങ്ങൾ താഴേക്കോട്ട് നിന്ന് യാത്രകൾ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്, ഭാര്യ ഭർത്താവ് ഒറ്റയ്ക്ക് യാത്ര പോകണം. അപ്പം മക്കൾ എന്ത് ചെയ്യുന്നു? ഈ മക്കളായിട്ട് പോയാലൊരു കുഴപ്പം, ഞാൻ എപ്പോഴും മക്കളായിട്ട് പോകുന്ന ഒരാളാണ്, അതുകൊണ്ട് പറയാം കേട്ടോ. മക്കളായിട്ട് പോയാൽ അവരെങ്ങനെ കെയർ ചെയ്ത് കൊണ്ടെടുക്കൽ നമ്മളെ പണി. ആട്ടിടയും കുട്ടികളെ കൊണ്ടെടുക്കണേ, ആടും കുട്ടികളെ കൊണ്ടെടുക്കണം നല്ലത്. ആ യാത്രകൾ ഒരുപാട് പോകണം. പക്ഷേ മക്കളെന്ന് ഏട്ടത്തിൻ്റെ പേരിൽ എവിടെയെങ്കിലും ആക്കിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് യാത്ര പോകണം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു സുന്നത്തും കൂടിയാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അങ്ങനെയാണ് ഓട്ട മത്സരം നടത്തിയത്. ആയിഷ ബീവി ആദ്യം തോറ്റത്, പിന്നെ റസൂലുള്ളാഹി തോറ്റ് കൊടുത്തത്. ഭാര്യയും ഭർത്താവും കൂടെ എന്നിട്ട് ഒറ്റയ്ക്ക് പോവുക. എന്നിട്ട് നിങ്ങൾ ദൂരമൊന്നും പോകണ്ട, പാലക്കോടിൻ്റെ കുന്നിൻ്റെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക, കല്യാണം കഴിച്ച കാലഘട്ടത്തെക്കുറിച്ച് പറയുക, ആരുടെയും ശല്യമില്ലാതെ വെറുതെ ഇങ്ങനെ പോയിട്ടിരുന്ന് സംസാരിക്കുക. ഇതൊക്കെ ഭയങ്കര രസമാണ്. കപ്പിൾസ് ജേണി നമ്മൾ നടത്തലില്ല. നമ്മൾ ഒന്നുകിൽ ഫാമിലി ജേണിയാണ് നടത്തുക, കുടുംബത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ജേണി, കൂട്ടുകാരുടെ കൂടെ. ഈ രണ്ടാൾ മാത്രമുള്ളൊരു യാത്ര ഉണ്ടല്ലോ, അത് സുന്ദരമായ യാത്രയാണ്. അത് നമ്മൾ യൂറോപ്യന്മാരെ കണ്ട് പഠിക്കണം. ഞാൻ യൂറോപ്യന്മാരെ അനുകരിക്കണം എന്ന് പറയല്ല. യൂറോപ്യന്മാരങ്ങനെ ചിലപ്പോൾ രണ്ടാൾ മാത്രം എന്താവും, വയസ്സായാലും 90ാമത്തെ വയസ്സിലും കാണാം അവർ രണ്ടാളും കൂടി ഒരു യാത്ര പോക്കാണ്. ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇത് 65 വയസ്സാകുമ്പോഴത്തേന് ഭർത്താവ് പറയുകയാണ്, കഴിഞ്ഞ് ഇനി എന്നെ കൊണ്ട് ഒന്നിനും ആവൂല. വരുന്ന എല്ലാ വിരുന്നുകാരോടും അത് പറയും. ഭാര്യ ഇങ്ങനെ ഇരുന്നിട്ട് പറയും, വെയ്യ. ഇവിടെ ഒരാൾ അസുഖം പറയുമ്പോൾ ഭർത്താവ് പറയണം, എനിക്ക് ഇന്നലെ ഭയങ്കര ചുമ, അത് കേൾക്കണം നിങ്ങൾക്ക്, എനിക്ക് അതിനേക്കാളും വലിയ ചുമ. ഈ ഭർത്താവിൻ്റെ കേൾക്കൂല നമ്മൾ, അപ്പത്തിന് ഞമ്മക്ക് അതിലും വലിയ ചുമയായിരിക്കും. ഇതെന്താണ്? നമുക്ക് ചുമ ഉണ്ടെങ്കിൽ അപ്പം മുണ്ടരുത്. ഞാൻ കൊച്ചു കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ രാത്രി മുഴുവൻ ശബ്ദമില്ലാതെ കിടന്നിട്ടുണ്ടെങ്കിലും എനിക്കതിനേക്കാളും വലിയ കൊര അപ്പം പറയരുത്, അത് പിന്നീട് പറഞ്ഞാൽ മതി. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിന്, ആ കൊരയെ നമ്മൾ ഏറ്റെടുക്കണം. പാവമാണ് മനുഷ്യൻ എന്നത്. ഇങ്ങനെ ഏറ്റെടുത്ത് അതിമനോഹരമായി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. ഈ അടുത്ത കാലത്ത് സുന്ദരമായ ഒരു വരി ഞാൻ കണ്ടു സോഷ്യൽ മീഡിയ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കണമല്ലോ. അതിൽ കണ്ടത് ഉമ്മയെക്കുറിച്ച് എഴുതിയ മനോഹരമായ കവിതയിൽ ഉമ്മ തിരഞ്ഞതെല്ലാം ഉപ്പയുടെ പേരായിരുന്നു എന്നാണ്. ഉമ്മയെക്കുറിച്ച് എഴുതിയ മനോഹരമായ കവിതയാണ്. പക്ഷെ ആ കവിത ഇങ്ങനെ വായിച്ച് ഉമ്മമാനെ പറ്റി എഴുതിയതൊക്കെ ഇങ്ങനെ കണ്ട്, ഇതിലെവിടെ ഉപ്പാൻ്റെ പേര് എന്നതാണ്. വേർ ഈസ് മൈ ഹസ്ബൻഡ്സ് നെയിം? എൻ്റെ ഭർത്താവിൻ്റെ പേരില്ലാത്തൊരു കവിത തന്നെ എനിക്ക് വേണ്ട എന്നതാണ്. ഈ അടുത്തിടെ അതിമനോഹരമായൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പാവം അമ്മ മക്കൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. മക്കൾ ചോദിക്കുകയാണ്, അച്ഛൻ മരിച്ചിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ചോദിക്കുകയാണ്, അമ്മ ഞങ്ങൾക്ക് അതിന് പൈസ ആണ്. അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തോളൂ എന്ന്. ഈ കുട്ടികളെ അച്ഛൻ മരിച്ചു പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ പോക്കറ്റ് പോയി നോക്ക്, അവിടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഈ അമ്മ എന്നും ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? ഭർത്താവ് മരിച്ചു പോയതറിയാതെ പൈസ എടുത്തിട്ട് ആ പോക്കറ്റിലിടും. 10 രൂപ 20 രൂപ 50 രൂപ ഒക്കെ ആവശ്യത്തിന് കുട്ടികളെ കൊണ്ട് എടുപ്പിക്കും, അച്ഛൻ പോയിട്ടില്ല എന്ന് തോന്നിപ്പിക്കാൻ. അതൊരു കോൺഫിഡൻസാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ആ ഒരു രീതിയിലുള്ള സ്നേഹമുണ്ടാകണം. പാരസ്പര്യത്തിൻ്റെ ലോകം, സൗഹാർദ്ദത്തിൻ്റെ ലോകം, ഒന്നിച്ചിരിക്കുന്ന ലോകം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ലോകം, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശമെടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് കൊടുക്കുന്ന ലോകം. അങ്ങനെ ഒരു ലോകം കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ വളരാൻ. എന്നിട്ട് മോനോട് പറയും, വാടാ നമ്മൾ പോവല്ലേ ഒന്ന് എറണാകുളം വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഞാൻ സൈക്കോളജിയുടെ ഒരു പാട്ട് പറയാണ്. മക്കൾ വലുതാകുമ്പോൾ അവരെ ഡ്രൈവറാക്കി കൂടെ കൊണ്ടെടുക്കണം, വണ്ടിയോട്ടൻ അവരെ ആക്കണം, ബിസിനസ്സിൽ നമ്മൾ എന്താക്കണം, കൂടെ ചേർത്ത് മുന്നോട്ട് പോകണം. ഇങ്ങനെ പോകുമ്പോൾ കുടുംബത്തിനൊരു യശസ്സുണ്ടാകും, കുടുംബത്തിനൊരു വല്ലാത്തൊരു മൂല്യമുണ്ടാകും. അങ്ങനെ ഇടയ്ക്കൊക്കെ വാപ്പ ചിലപ്പോൾ ഉസ്താദായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം, ഞാൻ അതിനെ എതിർക്കല്ല കേട്ടോ. ആ ഉസ്താദാണെങ്കിൽ പോലും നമ്മൾ തന്നെ ഇമാമത്ത് കിടന്ന് ശാഠ്യം പിടിക്കരുത്. ഇടയ്ക്ക് ആരെ പിടിച്ച് ഇമാമത്ത് നിർത്തണം?
ആരെ നിർത്തണം? ചെറിയ മക്കളെ നിർത്തണം. കാരണം മക്കളും ഇതിനൊക്കെ ഉത്തരവാദിയാണെന്ന് കുട്ടിക്കാലത്ത് അവരറിയണം. ഇത്രയും വലിയ പണ്ഡിതനായ പിതാവ് എന്നെ ഇമാമത്ത് നിർത്തിയിട്ട് നിസ്കരിച്ചല്ലോ എന്നാണ് ആ കുട്ടിക്ക് കരുതേണ്ടത്. അതിനുവേണ്ടി മക്കളെ ഇമാമത്ത് നിർത്തുന്ന അവസ്ഥയുണ്ടാകണം. ഇങ്ങനെ കുട്ടികളെ എപ്പോഴും കൂടെ കൂട്ടി സൗഹാർദ്ദത്തോടെ കൊണ്ടുപോയാൽ നമ്മുടെ വീട്ടിലൊരു സമാധാനമുണ്ടാകും. ഈ സമാധാനം എപ്പോഴും നിലനിർത്താൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഈ ജീവിതം സ്വസ്ഥമാകണമെങ്കിൽ, എല്ലാവരും പരസ്പര ഐക്യത്തോടെ പോകണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് മോശപ്പെട്ട ഒന്നും കയറി വരരുത്. ഇത് ലീഗായതുകൊണ്ട് ഞാൻ പറയല്ല. മൂല്യത്തോടു കൂടി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു കുട്ടി താളം തെറ്റിയാൽ, നിങ്ങൾ നോക്കിക്കോ, ഒരു കുട്ടി താളം തെറ്റിയാൽ പിന്നെ നമ്മുടെ ജീവിതരേഖ മാറിപ്പോകും. നമുക്ക് 5 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടിയെങ്ങാനും ഡ്രഗിന് അഡിക്ഷൻ വന്നാൽ, അഥവാ അവൻ മയക്കുമരുന്നിൻ്റെ ആളായാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളായിപ്പോകും. അതുകൊണ്ട് ആ മക്കളത്ര കെയർ ചെയ്യണമെന്ന് പറയുന്നത്. ചെറുപ്പം മുതലേ വലിയ ലക്ഷ്യം വെക്കണം. താഴേക്കോട് പഞ്ചായത്ത് ഇദ്ദേഹത്തെ ഇരുത്തിയിട്ട് ഞാൻ പറയില്ല, പഴയ പ്രസിഡന്റ്, പുതിയ ആൾക്കാരൊക്കെയും വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഇവിടുത്തെ സ്കൂളിലെ മൊത്തം അധ്യാപകരെയൊക്കെ വിളിച്ചുകൊണ്ട് അവരൊരുപാട് പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അഥവാ കുട്ടികൾ വളർന്നുയരാൻ, ഒരുപാട് പഠിച്ചുയരാൻ, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി അവർ നടപ്പിലാക്കുന്നുണ്ട്. അതിന് ഒന്നും കൂടി ബലപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞോട്ടെ, ഭാവിയിൽ നമ്മുടെ മക്കൾ ഇവിടെ കയറി വന്നുകൊണ്ട് ഇതേപോലെ KMCCയുടെ പരിപാടിയിൽ അവാർഡ് വാങ്ങിക്കുമ്പോൾ മെൽബൺ KMCCയുടെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതാണ് എന്നെ സന്തോഷിപ്പിച്ചത്, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കഴിഞ്ഞിട്ട് അതിൻ്റെ അവാർഡ് ഇവിടെ നിന്ന് മെൽബണിലെ അഥവാ ഓസ്ട്രേലിയയിലെ ഈ നാട്ടിലെ കൂട്ടുകാരൻ വാങ്ങിച്ചതുപോലെ വിദേശത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഡിഗ്രിയും PGയും സൂപ്പർ PGയും അതേപോലെ തന്നെ PhDയും എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നൊരവസ്ഥ നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാകണം. പെൺകുട്ടികളെ പ്രത്യേകിച്ച് നിങ്ങൾ പഠിപ്പിക്കണം. അതോടൊപ്പം അവർക്ക് ജോലി എന്ന് പറയുന്നത് ഭാവിയിലേക്ക് ഒരു പക്ഷേ വീട്ടിലിരുന്നായിരിക്കും ജോലി. ഇപ്പം തന്നെ അതൊക്കെ തുടങ്ങി. 20% ഇപ്പോൾ വർക്ക് ഫ്രം ഹോമും വർക്ക് അറ്റ് ഹോമുമാണ്. അതിന് 100% പോകുമെന്നാണ് AI പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ വീട്ടിൽ പെൺകുട്ടികൾക്ക് ജോബിൻ്റെ അംശം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് പുറത്തിറങ്ങി സഞ്ചരിക്കണം നിർബന്ധമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. ലോകത്തിലെ ഏത് കമ്പനിയുടെ ജോലിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജർമ്മൻ കമ്പനിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ ജർമ്മൻ കമ്പനിയുടെ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എൻ്റെ അയൽവാസിയാണ്, അവൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. അവൻ ജർമ്മൻ കമ്പനിയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോന്നല്ലൂരിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ദർസോദി പഠിച്ച കോന്നല്ലൂരിൽ നിന്ന്. ഇതേപോലെ ലോകത്തിലെ 200ഓളം വരുന്ന രാജ്യങ്ങളിൽ ഏത് കമ്പനിക്കും ജോലി ചെയ്യാൻ പറ്റുന്ന പ്രാപ്തിയിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റണം. അതിന് വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാകണം. ഞാൻ KMCCക്ക് വേണ്ടിയിട്ട് പറയല്ല, അവരുടെ അനുവാദം കൂടാതെ പറഞ്ഞുകൊള്ളട്ടെ. ടെസ്റ്റുകൾ എഴുതിയിട്ട് സിവിൽ സർവീസ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രാപ്തമാകുമെന്ന് ഉറപ്പുവരികയാണെങ്കിൽ, അഥവാ റഫറൻസ് സ്കില്ലും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്ങും ക്രിട്ടിക്കൽ ഇവാലുവേഷനും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ നിങ്ങളുടെ കുട്ടിക്കുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാസത്തിൽ 20,000 25,000 കൊടുത്ത് ഡൽഹിയിലെ IAS അക്കാഡമിയിലോ റാവൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ കൊണ്ടുപോയി ആ കുട്ടിക്ക് സിവിൽ സർവീസ് കിട്ടുന്നത് വരെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കാശില്ല എങ്കിൽ അത് ചെയ്യാൻ ഈ KMCC തയ്യാറാണ് എന്ന് അവരുടെ അനുവാദമില്ലാതെ നിങ്ങളോട് പറയാണ്. കാരണം അത് ചെയ്യുന്നവരാണ് KMCCക്കാർ.